ബോക്സിംഗിന്റെയും പിറകെ നടന്ന കാലത്ത് ഇവിടെ ഒരു മനുഷ്യൻ ബോക്സിംഗിനായി ഒരു ഗ്രാമം തന്നെ പണിതു. പൂളാടിക്കുന്നിലെ ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലും അയാൾ ബോക്സിംഗ് വളർത്തി. അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടായി. ആശാന്റെ പേര് പുത്തലത്ത് രാഘവൻ. അദ്ദേഹം മരിച്ചിട്ട് 5 വർഷം പിന്നിടുന്നു. എന്നാൽ ബോക്സിംഗിന്റെ കഥ പറയുന്ന ദാവീദിലൂടെ വീണ്ടും പുത്തലത്ത് രാഘവൻ ചർച്ചയാവുകയാണ്. ചില ഇതിലൊന്നും നമുക്ക് തീരെ യോജിക്കാൻ പറ്റാത്ത സിനിമയിൽ വന്നിട്ടുണ്ട്. ഈ ചുരുട്ട് സിസർ വലിക്കുന്ന പുള്ളിയൊക്കെ അതിന് ഭയങ്കരമായിട്ട് എതിരായിട്ടുള്ള ഒരാളാണ്. എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചെന്ന് അറിഞ്ഞാൽ മൂപ്പര് അപ്പം ക്ലാസ്സിന് പുറത്താകും. പുത്തലത്ത് രാഘവന്റെ ശിഷ്യന്മാരിൽ ഒരാളാണ് ആദ്യമായി കേരളത്തിന് ദേശീയ ബോക്സിംഗിൽ സ്വർണം കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് സഹോദരന്റെ മകനാണ് ഇപ്പോൾ പരിശീലനം നൽകുന്നത്. പുള്ളീൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂളാടിക്കുന്ന് ഒരു ഒളിമ്പിക്സ് മെഡൽ, പിന്നെ അതുമല്ല ഒരുപാട് ആൾക്കാർ ദേശീയ അന്തർദേശീയ താരങ്ങളായിരുന്നു, യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാരായിരിക്കുന്നു. ഒരു 20 ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 10 ആളെ ഇവിടെ നിൽക്കുള്ളൂ. വളരെ വളരെ കർശനായിരുന്നു. പൂളാടിക്കുന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ശിക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് വൈഡാണ്. പെൺകുട്ടികൾക്ക് ആദ്യമായിട്ട് പുള്ളി തന്നെയാണ് പരിശീലനം കൊടുത്തത്. ഫസ്റ്റ് കേരളത്തിൽ ആദ്യമായി ബോക്സിംഗ് തുടങ്ങിയത്. കേരളത്തിന്റെ ബോക്സിംഗ് ചരിത്രം അടയാളപ്പെടുത്തുമ്പോൾ അവിടെ പുത്തലത്ത് രാഘവനുണ്ട്. അദ്ദേഹം റിങ്ങിൽ ജീവിച്ചു തീർത്ത 52 വർഷങ്ങൾ എക്കാലവും ഓർമ്മിക്കപ്പെടും.